ലാരിഞ്ചൽ ഹിമാൻജിയോമ, അതായത് ലാരിങ്സ് എന്ന് പറയുന്നത് സൗണ്ട് ബോക്സിൽ കൊച്ചു പിള്ളേർക്ക്, ജനിക്കുന്ന കുട്ടിക്ക് ഇല്ലെങ്കിൽ ജനിച്ചു കഴിഞ്ഞ് ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ ഈ സൗണ്ട് ബോക്സിൽ ഉള്ളിൽ താഴത്തെ പോർഷനിൽ ഒരു ബിനൈൻ കണ്ടീഷൻ വരാനുള്ള സാധ്യതയാണ്. അപ്പോൾ ആ ബിനൈൻ കണ്ടീഷനിൽ ഏറ്റവും കോമൺ ആയിട്ട കണ്ടീഷനാണ് ഹിമാൻജിയോമ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സൗണ്ട് ബോക്സിന്റെ പിക്ചർ ആദ്യം ഞാൻ ഒന്ന് കാണിക്കാം. ഇടത്തെ സൈഡിൽ കാണുന്നതാണ് സൗണ്ട് ബോക്സ്. ഇത് ഉള്ളിലെ പിക്ചറാണ്. ഇത് വോക്കൽ കോർഡ്സ്, ഇത് അനങ്ങുമ്പോഴാണ് സൗണ്ട് ഉണ്ടാവുന്നത്. ഇതിന്റെ താഴത്തെ പോർഷനാണ് സബ്ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഒറിജിനൽ പിക്ചർ ഞാൻ കാണിക്കാം, എൻഡോസ്കോപ്പി പിക്ചർ. അപ്പോൾ ഇത് വോക്കൽ കോർഡ്സ്, അകത്ത് നോക്കുമ്പോൾ ക്ലിയർ ആണ്. പക്ഷേ ഹിമാൻജിയോമ ഉള്ള ഒരു പേഷ്യൻ്റ് ആണ് ഇതൊരു ചുമപ്പായിട്ട് കാണുന്നത്. ഇപ്പൊ ഹിമാൻജിയോമ എന്ന് പറയുന്നത് ഈ ഭാഗത്ത് രക്തോട്ടം ഉള്ള, അതായത് ആർട്ടറീസ് എന്ന് പറയും, ആ ആർട്ടറീസിന്റെ ചെറുത് കാപ്പിലറീസ്, അതിൽ നിന്ന് ഉള്ള വളർച്ചയാണ് ഹിമാൻജിയോമ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഹിമാൻജിയോമ രണ്ട് ടൈപ്പാണ്. ഒന്ന് ജനിക്കുന്ന കുട്ടിക്ക് തന്നെ ഉണ്ടാവും, കഞ്ചിനിറ്റൽ. രണ്ടാമത് ജനിക്കുന്ന സമയത്ത് നോർമലാണ്, കുട്ടിയുടെ ഒരു വയസ്സിന് ഉള്ളിൽ ഇത് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കംപ്ലയിൻസ് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ആദ്യത്തെ ടൈപ്പ് ജനിക്കുമ്പോൾ തന്നെ ഉണ്ടാവുന്ന ടൈപ്പ്, കഞ്ചിനിറ്റൽ ടൈപ്പിൽ തന്നെ കുട്ടിക്ക് ശ്വാസമുട്ടലുണ്ടാവും, ശ്വാസം എടുക്കാൻ കിട്ടത്തില്ല. അതിൻ്റെ സിവിയറിറ്റി എത്രത്തോളം അകത്ത് ബ്ലോക്ക് ആവുന്നോ അത്രത്തോളം ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കൂടുതൽ കാണും. ഇപ്പോൾ രണ്ടാമത്തെ ടൈപ്പ് ഇൻഫൻറ്റൈൽ ആണെങ്കിൽ, അത് മൈൽഡ് മോഡറേറ്റ് ആണെങ്കിൽ തുടക്കം ചുമ മാത്രമേ കാണത്തുള്ളൂ. ചുമയുടെ കൂടെ കുട്ടിയുടെ കരച്ചിലിൻ്റെ സൗണ്ട് നോർമൽ ആയിരിക്കത്തില്ല. പിന്നെ ഈ അസുഖത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് കൂടിക്കൂടി വരും, എൻ്റെ സൈസ് കൂടിക്കൂടി വരും, ഒരു വയസ്സ് വരെ കൂടും. അത് കഴിഞ്ഞിട്ട് തന്നെത്താൻ കുറയുക ചെയ്യുന്നത്. അപ്പോൾ സൈസ് കൂടി വരുമ്പം ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് വരും. ശ്വാസം എടുക്കുമ്പം സൗണ്ട് ഒരുമാതിരത്തെ സൗണ്ട് ആയിരിക്കും, അടഞ്ഞ സ്ഥലത്ത് കൂടെ സൗണ്ട്, എയർ പോകുന്ന സൗണ്ട് വരെ, സ്ട്രൈഡർ എന്ന് പറയും. അപ്പോൾ ഈ ഇൻഫൻറ്റൈൽ ടൈപ്പിൽ കുട്ടിക്ക് ദേഹത്ത് തൊലിപ്പുറത്ത് വേറെ ഇതുപോലെ ചുമന്ന ലീഷൻസും കാണും. അപ്പോൾ ഇതുപോലെ പിള്ളേർക്ക്, ചുമന്ന ലീഷൻസ് ഉള്ള സ്കിന്നിലുള്ള പിള്ളേർക്ക് ലാരിങ്സിനകത്ത്, സൗണ്ട് ബോക്സിനകത്ത് ഹിമാൻജിയോമ വരാനുള്ള സാധ്യത 50% കൂടുതലാണ്. അപ്പോൾ ഇത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു എൻഡോസ്കോപ്പി ചെയ്യണം. ആ എൻഡോസ്കോപ്പി ഫ്ലെക്സിബിൾ എൻഡോസ്കോപ്പിയാണ്. OPD പ്രൊസീജിയറായിട്ട് എൻഡോസ്കോപ്പി റൂമിൽ ചെയ്യുന്നതായിരിക്കും. കൂടിപ്പോയാൽ 5-10 മിനിറ്റ് എടുക്കത്തുള്ളൂ, 5 മിനിറ്റിനുള്ളിൽ എടുക്കത്തുള്ളൂ. ബ്ലീഡിംഗ് ഒന്നും ഉണ്ടാവത്തില്ല, ജസ്റ്റ് ഒരു സാധാ പ്രൊസീജിയറാണ്. എൻഡോസ്കോപ്പി തന്നെ നമുക്കൊരു ഡയഗ്നോസിസ് ആയി. പിന്നെ MRI സ്കാൻ എടുക്കുമ്പം നമ്മൾ ക്ലിയർ ആയിട്ട് ഒരു പിക്ചർ കിട്ടും. ഇപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഇപ്പോൾ ഈ ഹിമാൻജിയോമ എന്ന് പറയുന്നത് ഒരു വയസ്സ് വരെ കൂടിയിട്ട് അത് കഴിഞ്ഞിട്ട് പതുക്കെ കുറയുക ചെയ്യുന്നത്. നമ്മൾ ഈ 2 വയസ്സ് വരെ നമുക്ക് മാനേജ് ചെയ്യണം. മൈൽഡ് മോഡറേറ്റ് ആണെങ്കിൽ വിഷമിക്കാനൊന്നുമില്ല, ആൻറ്റി റിഫ്ലെക്സ് മെഡിസിനും. ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ അത് പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം. അത് ഇത്ര നോക്കിയാൽ മാത്രം മതി. അതല്ല, ബുദ്ധിമുട്ടുള്ള ടൈപ്പാണ്, മോഡറേറ്റ് സിവിയർ ആണെങ്കിൽ നമ്മൾ സ്റ്റീറോയിഡ്സ് കൊടുക്കും 2-3 ആഴ്ച വരെ. സ്റ്റീറോയിഡ്സ് ഇല്ലെങ്കിൽ ഇൻറ്റർഫെറോൺസ് കൊടുക്കും. ഇതിനകത്ത് സ്റ്റീറോയിഡ്സാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ ഓപ്പറേഷൻ ചെയ്ത് എൻഡോസ്കോപ്പി വെച്ച് നമുക്ക് ലേസർ തെറപ്പി ആയിട്ട് മാറ്റാൻ പറ്റും, കൂടുതൽ സിംറ്റംസ് ഉണ്ടെങ്കിൽ. അത് സൈസ് ഒരുപാട് കൂടുതലാണ്, ശ്വാസം മുട്ടലും കൂടുതലുണ്ട്, കൂടിക്കൂടി വരികയാണ്, കുട്ടിക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ലാരിങ്സ് ഓപ്പറേഷൻ ചെയ്ത് തുറന്ന് അകത്തുള്ള ഈ ഹിമാൻജിയോമ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയാലേ ഇത് നോർമൽ ആവത്തുള്ളൂ. അത് എക്സ്ട്രീം കേസിൽ മാത്രമേ അങ്ങനെ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഇങ്ങനെയാണ് നമ്മൾ ലാരിഞ്ചൽ ഹിമാൻജിയോമ മാനേജ് ചെയ്യുന്നത്. നമസ്കാരം.